ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെന്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ചൊവ്വാദോഷങ്ങളെ കുറിച്ചാണ്. ജാതകത്തില് 7-ൽ ചൊവ്വ നിന്നാൽ, ലഗ്നത്തിന്റെ 7-ൽ അല്ലെങ്കിൽ 8-ൽ ചൊവ്വ നിൽക്കുന്നതാണ് ചൊവ്വാദോഷം. അത് ചരരാശിയിൽ നിൽക്കുന്ന ലഗ്നമാണെങ്കിൽ, അതുപോലെ തന്നെ സ്ഥിരരാശിയിൽ നിൽക്കുന്ന ചൊവ്വയാണെങ്കിൽ, ഉഭയരാശിയിൽ നിൽക്കുന്ന ചൊവ്വയാണെങ്കിൽ, ഇതിന് ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായി പറയണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ചരരാശിയിൽ നിൽക്കുന്ന ചൊവ്വ ലഗ്നത്തിൻ്റെ 7-ൽ ചൊവ്വ നിന്നാൽ, അത് ചരരാശിയായി വന്നാൽ, ആ ചൊവ്വയ്ക്ക്, ആ ചൊവ്വാദോഷത്തിന് എന്താണ് പരിഹാരം ചെയ്യേണ്ടത് എന്നത്, അതേപോലെ തന്നെ അഷ്ടമത്തിൽ ചൊവ്വ വന്നാൽ അതും ചൊവ്വാദോഷം തന്നെയാണ്. ഇതിന് പരിഹാരം എന്ന് പറഞ്ഞത്, ശാശ്വത പരിഹാരം, പരമാവധി നമ്മൾ ജാതകം നോക്കിക്കൊണ്ട് തന്നെ കല്യാണം കഴിക്കുക. ചിലരൊക്കെ ഈ വിശ്വാസം ഇല്ലാതെ കല്യാണം കഴിച്ച് പിന്നീട് വിശ്വസിച്ച് അപ്പോൾ നോക്കുമ്പോൾ, ജാതകം നോക്കുമ്പോൾ 7-ൽ ചൊവ്വയും 8-ൽ ചൊവ്വയൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ 2 കൈയും നെറുകയിൽ വെച്ച് തൊഴുതിട്ട് ഒരു കാര്യമില്ല. അത് അനുഭവിക്കാൻ യോഗമുണ്ട്. ഭാര്യാഭർത്ത് ക്ലേശങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്, പുരുഷനായിക്കോട്ടെ സ്ത്രീക്കായിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ക്രിസ്ത്യാനികൾക്കും മുസ്ലിംസിനും ഇതൊന്നില്ലേ? അവർക്കുമുണ്ട്, അവരത് വിശ്വസിക്കുന്നില്ല. എത്രയോ ക്രിസ്ത്യൻ ആൾക്കാർ വിധവയായി ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രയോ മുസ്ലിം ആൾക്കാർ വൈവാഹിക ബന്ധങ്ങൾ ഏർപ്പെടുത്തി ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരർത്ഥം, നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ആ ജാതകദോഷം അവിടെ നടന്നിരിക്കും. പിന്നെന്തിനാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം. നമ്മുടെ പൂർവികർ പറഞ്ഞു തന്ന അറിവുകളാണ് നമ്മളുടെ ധൈര്യം, നമ്മളുടെ മുന്നോട്ടുള്ള വഴി. ആ ധർമ്മത്തെ ആര്, ഏത് നാടായാലും, ഏത് രാജ്യമായാലും, ഏത് ജനങ്ങളായാലും തള്ളിപ്പറഞ്ഞാലും അത് നിലനിൽക്കില്ല. ഓരോ രാജ്യത്തിനും ഒരു സംസ്കാരമുണ്ട്, ഒരു ചൈതന്യമുണ്ട്, ഒരു ശക്തിയുണ്ട്. അതിനെ നമ്മൾക്ക് എത്ര ഓവർകം ചെയ്താലും മാറ്റാൻ പറ്റില്ല. അത് മാറ്റും തോറും ഇരട്ടിച്ചു വരുന്നതായി കാണാം. അതാണ് സനാതന ധർമ്മത്തിൻ്റെയും ജ്യോതിഷത്തിൻ്റെ ഒക്കെ പ്രത്യേകത. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, 7-ൽ ചൊവ്വ വന്നാൽ, അഷ്ടമത്തിൽ ചൊവ്വ വന്നാൽ, അത് ചരരാശിയിൽ വന്നാൽ, ചരരാശി എന്നത് ജ്യോതിഷത്തെ പറ്റി അറിയാവുന്നവർക്കറിയാം, അല്ലാത്തവർ സംശയമുണ്ടെങ്കിൽ പറഞ്ഞാൽ എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി. എന്നെ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് ഇടുക എല്ലാവരും.
അതിന് പരിഹാരം ഞാൻ പറഞ്ഞു തരാം. ചരരാശിയിൽ നിൽക്കുന്ന ചൊവ്വ, ഏഴാമത്തെ ചൊവ്വ ആയിക്കോട്ടെ, അഷ്ടമ ചൊവ്വ ആയിക്കോട്ടെ, അതിന് പരിഹാരമായി ചെയ്യേണ്ടുന്നു. വിവാഹം കഴിഞ്ഞു പോയ ആൾക്കാരൊക്കെയാണ് ഇത് ഫലം ചെയ്യുക. കഴിക്കാത്ത ആൾക്കാർ അത് നോക്കി കഴിക്കുക. ഏഴിലും അഷ്ടമത്തിലും നീചഗ്രഹങ്ങൾ വരത്തക്ക രീതിയിൽ ജാതകം നോക്കി വിവാഹം കഴിക്കും. ഇനി കഴിച്ചു പോയവർക്ക് എന്തെങ്കിലും ഒരു തട കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത്. ഭദ്രകാളി ക്ഷേത്രത്തില് എല്ലാ മാസത്തിലും ഭദ്രകാളി അമ്മയ്ക്ക് കടുംപായസം നിവേദിക്കുക. അതുപോലെ തന്നെ ദുർഗാക്ഷേത്രത്തില്, ദുർഗാക്ഷേത്രം ഇല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ തൃഷ്ടുപ്പ് മന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുക. എല്ലാ ദുരിതങ്ങളും തീരുന്ന തൃഷ്ടുപ്പ് മന്ത്ര പുഷ്പാഞ്ജലി, അത് ദുർഗാ മന്ത്രമാണെങ്കിൽ കൂടി ഭദ്രകാളി ക്ഷേത്രത്തിലും ചെയ്യും. ദുർഗാക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാം, അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ തൃഷ്ടുപ്പ് മന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുക. അതുപോലെ തന്നെ രാമേശ്വര ക്ഷേത്രത്തിൽ പോയി നമ്മളുടെ ഭർത്താവ് കെട്ടിയിട്ടുള്ള താലി അത് അവിടെ ആ ശിവങ്കലിലേക്ക് ദാനം കൊടുത്ത് അവിടെ നിന്ന് നമുക്ക് താലി, മറ്റൊരു താലി തരും. അത് തൂക്കം നോക്കിയിട്ടൊന്നല്ല കേട്ടോ, നമ്മൾ കൊടുത്ത സ്വർണത്തിൻ്റെ തൂക്കാണോ അതൊന്നല്ല, അവിടെ നിന്നൊരു താലി തരും. ആ താലി നമ്മൾ മഹാദേവനെ സാക്ഷിയാക്കി കെട്ടുക. ഇങ്ങനെ നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ആ ചൊവ്വയുടെ ആധിക്യം കുറയും. ചൊവ്വാ ക്ഷേത്രത്തിലെ ഈ പ്രധാന വഴിപാടുകൾ ഒരുപാടുണ്ട്. അതൊക്കെ ഏതായാലും നടത്താനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പ്രാധാന്യമുള്ള 2 വഴിപാട് ഞാൻ പറഞ്ഞത്. തൃഷ്ടുപ്പ് മന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുക, കടുംപായസം കഴിക്കുക. രാമേശ്വര ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഒരു ദിവസം ഭജന ഇരുന്നു കൊണ്ട് ശുഭ ദിവസം നോക്കി അവിടെ വീണ്ടും വിവാഹിതനാവുക. ആ അഴിച്ച താലിയിലത്തെ ആ താലി എടുത്ത് അവിടുത്തെ തിരുമേനിയോട് പറഞ്ഞാൽ അവർക്ക് അറിയാം. ഇവിടെ ഒരുപാട് പേരൊക്കെ അങ്ങനെ വിടാറുണ്ട്. അവരൊക്കെ ഇപ്പം നല്ല രീതിയിൽ ഫലം കണ്ടു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ താലി അഴിച്ച് അവിടെ കൊടുക്കുക. താലി മാലയല്ല, താലി. അപ്പോൾ അതിന് ബദലായിട്ട് അവിടുന്ന് ഒരു താലി തരും. ചിലപ്പോൾ ചെറുതാവാം. അത് ഭഗവാനെ സാക്ഷിയാക്കി, ഉമാമഹേശ്വരനെ സാക്ഷിയാക്കി നമ്മളവിടെ നിന്നുകൊണ്ട് ധരിക്കണം, താലി കെട്ടണം. ഒരു ദിവസം അവിടെ ഭജനം ഇരിക്കണം. നമ്മുടെ മുൻപേ മരിച്ചുപോയ പിതൃക്കൾക്ക് ആദ്യമേ ബലിയിട്ടതിന് ശേഷം ഈ താലി കെട്ടണം. ഒരു ദിവസം അവിടെ ഭജനം ഇരുന്ന് ഭഗവാന്റെ നിവേദ്യ ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചു നമ്മൾ പോരണം. യുഗജന്മ, മുൻജന്മ, ജന്മജന്മാന്തര ശാപങ്ങൾ തീരുന്നതിനും ചൊവ്വാസംബന്ധമായ ദോഷങ്ങൾ തീരുന്നതിനും അവിടെ 21 കുളത്തിൽ കുളിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. രാവണനെ ശ്രീരാമ ഭഗവാൻ നിഗ്രഹിച്ചതിൻ്റെ ശാപാർത്ഥം, രാവണൻ അസുരനാണെങ്കിൽ കൂടി ബേസിക്കലി ബ്രാഹ്മണനാണ്. ആ ബ്രഹ്മഹത്യാ ശാപത്തിന് വേണ്ടി 21 ദേവന്മാര് 21 കുളങ്ങൾ സൃഷ്ടിച്ചു. അതായത് കിണറുകൾ സൃഷ്ടിച്ച് അതിൽ നീരാടാൻ ഇടയായാൽ നിങ്ങളുടെ ശാപങ്ങൾ തീരുമെന്ന്
ഭഗവാൻ പരമേശ്വരൻ്റെ അരുളപ്പാടുണ്ടായി. അതിനാലാണ് ശ്രീരാമ ഭഗവാനും ലക്ഷ്മണനും സീതാഭഗവതിയും കൂടി മണ്ണുകൊണ്ട് ശിവലിംഗം തോറ്റി. ഓരോ ദേവീദേവന്മാരും ഓരോ വാനരന്മാരും അവിടെ ശിവലിംഗം സൃഷ്ടിച്ചു. നിങ്ങൾക്ക് കാണാം, ഏറ്റവും കൂടുതൽ ശിവലിംഗങ്ങളുള്ള ക്ഷേത്രം ഒരുപക്ഷേ രാമേശ്വരമായിരിക്കും. അവിടെ നിന്നുകൊണ്ട് ഓരോ ദേവീദേവന്മാരും പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ആ ലിംഗങ്ങളെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അതിനുശേഷമാണ് പിതൃക്കൾക്ക് ബലിയിടേണ്ടത്. അതിനുശേഷമാണ് താലി ചാർത്തേണ്ടത്. താലി ചാർത്തുമ്പോഴും നല്ല ശുഭമുഹൂർത്തം തന്നെ നോക്കിയെടുക്കണം. മഹാക്ഷേത്രങ്ങളിലെല്ലാം താലി കെട്ടുമ്പോൾ ശുഭമുഹൂർത്തം നോക്കണ്ട എന്നാണ് ആചാര്യമതം. പക്ഷേ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുന്ന ഭാവം എന്ന രീതിയിൽ ശുഭമുഹൂർത്തം ശുഭസമയമൊക്കെ നോക്കിയിട്ട് വേണം ആ ചടങ്ങ് ചെയ്യാൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗുണം ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതിന് ഈ ചാനലിനോടും എന്നോടും കടപ്പാടുണ്ടെങ്കിൽ, നന്ദിയുണ്ടെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്തുകൊണ്ട് ആ നന്ദി നിങ്ങൾ എന്നോട് കാണിക്കണം എന്ന് ഞാൻ ഭഗവതിയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട്, കുടുംബ പരദേവതയായിരിക്കുന്ന മഹാഭദ്രകാളി അമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.